എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ശാന്തേച്ചി പറഞ്ഞു ഈ പച്ചച്ചീരയുടെ വിത്ത് വീട്ടിലുണ്ട്, എനിക്ക് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പച്ചച്ചീരയുടെ വിത്ത് അന്വേഷിച്ച് ചേച്ചീൻ്റെ അടുത്ത് പോയതാണ് കേട്ടോ. അപ്പോൾ ചേച്ചി പറയുന്നുണ്ടായിരുന്നു വീട്ടിലിങ്ങനെ ഒരു പച്ചച്ചീരയുടെ തൈയുണ്ട്, അതിൽ ഒടിക്കും തോറും ഇഷ്ടംപോലെ തണ്ടുകൾ ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ തോരൻ വെക്കാനൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. ആ പറഞ്ഞ ചെടിയാണിത് കേട്ടോ. അപ്പോൾ അതിൽ കുറേ വിത്തുകളൊക്കെ ഉണ്ട്. എനിക്ക് ശാന്തേച്ചി നേരത്തെ എടുത്ത് വെച്ച കുറച്ച് വിത്താണ് എനിക്ക് തന്നത്. അപ്പോൾ ഇതാ ഇതിന് ഇഷ്ടം പോലെ നമുക്ക് വിത്തുകൾ കിട്ടും. അങ്ങനെ ഞാൻ വിത്തുകളൊക്കെ ശാന്തേച്ചീൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ട് അങ്ങനെ ആ പരിസരമൊക്കെ ഒന്ന് നോക്കിയിട്ടോ. പരിസരമൊക്കെ ഒന്ന് നോക്കിയപ്പോൾ ആ കുഞ്ഞു സ്ഥലത്ത് ശാന്തേച്ചി കൊണ്ട് കഴിയുന്ന കുറേ കൃഷികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ നോക്കി എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്ന കൃഷികളെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ അതിൻ്റെ തൊട്ടടുത്ത് മധുരക്കിഴങ്ങാണ് ആ വള്ളിയിൽ കിടക്കുന്നത്. മധുരക്കിഴങ്ങ് നന്നായിട്ട് പടർത്തി വെച്ചിട്ടുണ്ട്. 2-3 തടയെങ്ങാണ്ട് മധുരക്കിഴങ്ങ് അതിൽ പടർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വെള്ള കാന്താരിയാണ്. വെള്ള കാന്താരിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. ആ കാന്താരിയിൽ അത്യാവശ്യം എല്ലായിടത്തും ഞാൻ മുകളിലും താഴെയൊക്കെ നോക്കിയാൽ എല്ലായിടത്തും നന്നായിട്ട് കാന്താരിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല ഹൈറ്റും ഉണ്ട്. അപ്പോൾ ശാന്തേച്ചിയുടെ ആവശ്യത്തിനുള്ള കാന്താരിയൊക്കെ ഇതിലുണ്ടാവും. അത്യാവശ്യം നന്നായി ഹൈറ്റും ഉണ്ട്, അതിലൊക്കെ നന്നായിട്ട് കാന്താരിയും ഉണ്ട്. പിന്നെ അതെ അതിൻ്റെ തൊട്ടടുത്തൊരു പന്തലൊക്കെ കെട്ടി കൊടുത്തിരിക്കുക കേട്ടോ, കോവലിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ കോവയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതാ ശീമച്ചേമ്പ് അതിൻ്റെ നടുക്കുണ്ട്. ഈ ശീമച്ചേമ്പിൻ്റെ തണ്ടും ഇലയും ഒക്കെ നമുക്ക് തോരൻ വയ്ക്കാം. ഒരുപാട് പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ചീരയാണ്. പിന്നെ അതേ പയർ കണ്ടോ, പയറിലും അത്യാവശ്യം പയറുകളൊക്കെ ഉണ്ട്. വിത്തിനൊക്കെ വെച്ചിരിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ അവിടെ ഒരാൾ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട് ഇറങ്ങുന്ന വഴിയിൽ. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേനും ശാന്തേച്ചി ഇവിടെ വെണ്ടയുടെ ഒരു തൈയുണ്ട്, വഴുതനങ്ങ വിത്തിനാന്ന് തോന്നുന്നു ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെയും പയറൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചേച്ചി ഒരു ഹായൊക്കെ തന്നു. അപ്പോൾ നേരെ വിത്തുമായിട്ട് പോയി. അപ്പോൾ ഇത് കണ്ടോ, ഇത് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണാണിത്. മണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെണ്ടയ്ക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം വളവും കാര്യങ്ങളും എല്ലാം ചാണകപ്പൊടി, ചകിരിച്ചോറ്, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, സൂപ്പർ മീലൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന മണ്ണാണ്. അപ്പോൾ അതിലോട്ടാണ് നമ്മൾ ഈ ചീരയുടെ വിത്ത് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ചീര 21 ദിവസം കൊണ്ടൊക്കെ നമുക്ക് വിളവെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചീരയൊക്കെ നമുക്ക് പച്ചച്ചീരയോ ചുവന്ന ചീരയൊക്കെ നമുക്ക് അത്യാവശ്യം ഇങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരുപാട് വിത്തുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ നമുക്ക് നട്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യാവുന്നതാണ്.